എല്ലാവർക്കും നമസ്കാരം. സെറ്റിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സിലബസിന്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ സൈഡിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സാധാരണ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മൾ ഈ വീഡിയോ പോലും അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒറ്റ പ്ലേലിസ്റ്റിലേക്കാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ, PYQs, സിലബസ് ഡിസ്കഷൻ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോന്റെ സൈഡിലായിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കുറേയധികം PYQs, MCQs, ആൻസർ ഡിസ്കഷൻസും ഒക്കെ നടത്തിയിട്ടുണ്ട്. ചാനൽ ഇഷ്ടമാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എന്തായാലും സെറ്റിന്റെ അടുത്തൊരു വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ലിറ്ററേച്ചർ തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ പേപ്പർ 1ന്റെ വീഡിയോസ് ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും പേപ്പർ 1 പഠിക്കണം. നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഈ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഒന്നും വിട്ടുകളയരുത്. കാരണം ഇനിയും ഒരു 20 ദിവസത്തിനടുത്ത് 30 ദിവസത്തിനടുത്ത് നമ്മുടെ കയ്യിലുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മൾ കുറച്ച് പഴയ കാലം തൊട്ട് പുതിയ കാലം വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലോങ് ബാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 1400-കളിൽ നിന്ന് തുടങ്ങേണ്ടി വരും. In the general prologue to the Canterbury Tales, Chaucer's Knight is presented as an embodiment of. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ചോസർ എഴുതിയതാണ് ദ കാന്റർബറി ടൈൽസ് എന്ന് പറയുന്നത് 1440 ശേഷം ആണ് ഇത് വരുന്നത്. അതിലെ ഒരു ക്യാരക്ടറാണ് നൈറ്റ് എന്ന് പറയുന്നത്, KNIGHT. ഇയാൾ എന്തിന്റെ എംബോഡിമെന്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ബി, ഐഡിയൽ ഷ്യൂലറി, ട്രൂത്ത്, ഹോണർ ആൻഡ് ഫ്രീഡം. അതായത് ഒരു നൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഒരു പടയാളിയേക്കാൾ ഉപരിയായിട്ട് ഒരു യുദ്ധം നയിക്കുന്ന ഒരാളുടെ പൊസിഷനിൽ നിൽക്കുന്നതാണ്. അയാൾ എന്തിന്റെയൊക്കെ ആണ് ഒരു 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 എംബോഡിമെന്റ് അല്ലെങ്കിൽ ഒരു തീമായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള ഷിവാലറി, ട്രൂത്ത്, ഹോണർ, ഫ്രീഡം. അതായത് അയാൾ ഒരു പോരാളി എന്നതിലുപരി ഇതൊക്കെ അയാൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അയാളുടെ സ്വഭാവത്തിൽ. ദ സെൻട്രൽ തീം ഡിബേറ്റഡ് അക്രോസ് ദ വൈഫ് ഓഫ് ബാത്ത്സ് പ്രൊലോഗ് ആൻഡ് ടൈലീസ്. വൈഫ് ഓഫ് ബാത്തിന്റെ പ്രത്യേകത എന്താ? അവർ 5 കല്യാണം കഴിച്ചതാണ്. നമ്മുടെ ഇവിടെ ഒരു പാഞ്ചാലിയും നമുക്ക് കാണാം 5 പേരെ കല്യാണം കഴിച്ചിട്ട്. പക്ഷെ ഇവരെ ഓരോ കല്യാണം കഴിക്കും, അതിൽ ഒരു സംഭവം ഉണ്ടാവും. ആ സംഭവം കാരണം ഒരാ വിവാഹബന്ധം ഒഴിയും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ തീം എന്താണ് വൈഫ് ഓഫ് ബാത്തിന്റെ കഥയിൽ നിന്നെന്ന് ചോദിച്ചിട്ടുള്ളത്. വാട്ട് വുമൻ മോസ്റ്റ് ഡിസയർ സോവറിനിറ്റി ഇൻ മാരേജ്. സോവറിനിറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നു. ഓക്കെ, അവരെ ഡിബേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇൻ ബുക്ക് 1 ഓഫ് സ്പെൻസേഴ്സ് ദ ഫയറി ക്യൂൻ, ദ റെഡ് ക്രോസ് നൈറ്റ് ഇസ് ദ അലഗോറിക്കൽ ചാമ്പ്യൻ ഓഫ്. ഫയറി ക്യൂൻ എഴുതിയത് ആരാണ്? എഡ്മണ്ട് സ്പെൻസർ ആണ്. അപ്പൊ റെഡ് ക്രോസ് നൈറ്റ് എന്തിന്റെ ചാമ്പ്യനെ ആയിട്ടാണ് കാണിക്കുന്നത്? ഹോളിനെസ്. ഓക്കെ, ഈച്ച് ബുക്ക് ഓഫ് സ്പെൻസേഴ്സ് അൺഫിനിഷ്ഡ് എപ്പിക് അലഗോറീസ് എ വിർച്യു. ഒരു പ്രത്യേക വിർച്യു, വൈസ് എന്ന് പറയുന്ന കാറ്റഗറീസിലൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ എടുത്തു കാണിക്കുന്നതാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. റെഡ് ക്രോസ് എന്ന് പറയുന്ന നൈറ്റ് റെപ്രസെന്റ്സ് ഹോളിനെസ്. ബാറ്റ്ലിംഗ് ദ ഡ്രാഗൺ ഇൻ ദ ഗൈസ് ഓഫ് സെന്റ് ജോർജ്. സെന്റ് ജോർജിന്റെ പോലെ ഡിസ്ഗൈസ് ചെയ്തിട്ടാണ് ഡ്രാഗണിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം വാർ അല്ലെങ്കിൽ ബാറ്റിൽ തുടങ്ങുന്നത്. സോറി. Ben Johnson's play, credited with establishing the comedy of humors as a distinct dramatic form, ഏതാണ്? എവ്രി മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്ന് പറയുന്നതാണ് കോമഡി ഓഫ് ഹ്യൂമേഴ്സിൽ ബെൻ ജോൺസൺ തുടങ്ങി വെക്കുന്ന, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡ്രമാറ്റിക് ഫോം എന്ന് പറയുന്നത്. 1598 അതിന്റെ ഫസ്റ്റ് പെർഫോമൻസ് വരുന്നത്. ഒരു ഹ്യൂമർ അല്ലെങ്കിൽ വിറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ട്രൈറ്റിലൂടെയാണ് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും കടന്നു പോകുന്നത്. In the preface to which novel does Henry Fielding defines his new literary form as a comic epic poem in prose? Which is that one? ജോസഫ് ആൻഡ്രൂസ്. അതിലാണ് ഫീൽഡിംഗ് 1742 എഴുതിയ ജോസഫ് ആൻഡ്രൂസ് എഴുതിയിട്ടുള്ള ഈ ഒരു വർക്കിലാണ് നമുക്കിത് കാണാൻ പറ്റുക. ഓക്കെ, ഹെൻറി ഫീൽഡിങ്ങിന്റെ നോവൽ. റൈറ്റ്. Lawrence Sterne's Tristram Shandy is notable for its typographic experiments, including a solid black page marking. അത് ഏതിലാണ് വരുന്നത്? ലോറൻസ് സ്റ്റേൺ എഴുതിയ ട്രിസ്റ്റം ഷാൻഡിയിൽ ഒരു ടൈപ്പോഗ്രാഫിക് എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്താണത്? അതും സോളിഡ് ബ്ലാക്ക് പേജിൽ. ദ ഡെത്ത് ഓഫ് ദ ക്യാരക്ടർ യോറിക്.
വോളിയം 1-ലാണ് ഇത് വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് എ വിഷ്വൽ വേർഡ്ലെസ് മോർണിംഗ് ഫോർ പേഴ്സൺ യൂറോപ്പ്. അപ്പൊ അതില് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് അദ്ദേഹം ആ ബ്ലാക്ക് പേജിൽ അത് കൊടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്, ഇതിൽ ആ വ്യത്യാസം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പറയുന്ന ഓരോ ചോദ്യത്തിലും ഒരു ചോദ്യം എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ട്. ട്രിസ്റ്റം സ്റ്റാൻലി എഴുതിയത് ആരാണ്? ലോറൻസ് സ്റ്റോൺ ആണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, സാമുവൽ ജോൺസൺസ് മോസ്റ്റ് എൻഡ്യൂറിംഗ് ലെക്സിക്കോഗ്രാഫിക്കൽ അച്ചീവ്മെന്റ് പബ്ലിഷ്ഡ് ഇൻ 1755 എന്താണത്? സാമുവൽ ജോൺസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് 1755 അദ്ദേഹം എഴുതി കംപ്ലീറ്റ് ചെയ്ത എ ഡിക്ഷണറി ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഇംഗ്ലീഷ് ഡിക്ഷണറി ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ഓക്കെ, 9 വർഷത്തോളം നീണ്ടു നിന്ന പരിശ്രമത്തിനൊടുവിലാണ് അദ്ദേഹം ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഡിക്ഷണറി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക്, ലാംഗ്വേജിലേക്ക് കൊടുക്കുന്നത് അദ്ദേഹമാണ്. ഷാർലറ്റ് ബ്രോൺസ് ജെയിൻ ആയർ ഫീച്ചേഴ്സ് ബെർത്ത മേസൺ. 3 ചോദ്യങ്ങൾ കിട്ടി. ഷാർലറ്റ് ബ്രോണ്ടെ ആണ് ജെയിനറായി എഴുതിയത്. അതിൽ ബെർത്ത മേസൺ ആണ് ഉള്ളത്. ആരുടെ വൈഫാണ്? റോച്ചസ്റ്റേഴ്സ് ഫസ്റ്റ് വൈഫ്. എന്നാൽ ബെർത്ത മേസൺ ഈസ് കൺഫൈൻഡ് ഇൻ ദ ആറ്റിക്, എ ഫിഗർ ലേറ്റർ റീഇൻറ്റർപ്രറ്റഡ് ഫ്രം ഹെർ ഓൺ പെർസ്പെക്റ്റീവ് ഇൻ ജീൻ റൈസ്. വേറൊരു തരത്തിൽ ജീൻ റൈസ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. ജെയിൻ എയറിൽ പറയുന്ന ബെർത്ത മേസനെ ജീൻ റൈസ് വേറൊരു വർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതിലാണ് ജീൻ റൈസ് കൊണ്ടുവന്നിട്ടുള്ളത്? വൈറ്റ് സർഗാസോസിയിലാണ് 1966 ഇറങ്ങുന്നതിൽ. ഓക്കെ, ബെർത്ത എന്ന് റീനെയിം ചെയ്ത് ആന്റോനേറ്റ് എന്ന് പറയുന്ന പേരിലാണ് അവരുടെ കരീബിയൻ ബാക്ക് സ്റ്റോറിയൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നത്. ജോർജ് എലിയറ്റ്സ് മിഡിൽ മാർച്ച് കാരീസ് ദ സബ് ടൈറ്റിൽ. നല്ല ചോദ്യമാണ്. മിഡിൽ മാർച്ച് എഴുതിയതാരാണ്? ജോർജ് എലിയറ്റ്. മിഡിൽ മാർച്ചിന്റെ സബ് ടൈറ്റിൽ എന്താണ്? എ സ്റ്റഡി ഓഫ് പ്രൊവിൻഷ്യൽ ലൈഫ്, മിഡിൽ മാർച്ച്. ഇത് സീരിയലായിട്ട് പാർട്സ് ആയിട്ടാണ് 1871-ലും 1872-ലും ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജോർജ് എലിയറ്റ് എന്നുള്ളത് പെൻ നെയിമാണ്. മേരി ആൻ ഇവൻസ് എന്ന് പറയുന്ന പേരിലാണ് അവരുടെ വരുന്നത്. ഓക്കെ, അണ്ടർ ഏലിയറ്റ്സ് മെയിൽ പെൻ നെയിം മേരി ആൻ ഇവൻസ്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ കാരണം? അവരുടെ പേരിൽ എഴുതി കഴിഞ്ഞാൽ അത് ആരും വാങ്ങില്ല. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അത്രയും വില കുറച്ചാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പുരുഷന്റെ പേരിൽ എഴുതേണ്ടി വരുന്നത്. E.M. Foster's A Passage to India centers on an ambiguous, unresolved incident that occurs at the Malabar Caves. Okay, ഇതില് ഡോക്ടർ അസീസ് എന്ന് പറയുന്ന ആള് അഡല എന്ന് പറയുന്ന ഒരു ലേഡീനെ റേപ്പ് ചെയ്യുന്നു, അസോൾട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കള്ളക്കേസിലാണ് ഈ കഥ മുഴുവൻ നടക്കുന്നത്. പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നത് വൈ കൊളോണിയൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് കൊളോണിയൽ അല്ലെങ്കിൽ നമ്മുടെ പോലെയുള്ള കോളനൈസ്ഡ് രാജ്യങ്ങൾ അൺപ്രിവിലേജ്ഡ്, അൺസിവിലൈസ്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇൻ ഹിസ് essay, The Novelist as Teacher, Achebe argues that the African writer's primary responsibility to അച്ചബെ നമ്മൾ കുറെ സംസാരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ദ നോവലിസ്റ്റ് ആസ് ടീച്ചർ എന്ന് പറയുന്ന എസ്സേയിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു ആഫ്രിക്കൻ റൈറ്റർ അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താകണമെന്നാണ് പറയുന്നത്? ഹെൽപ്പ് ആഫ്രിക്കൻ സൊസൈറ്റി റീഗെയിൻ ബിലീഫ് ഇൻ ഇറ്റ് സെൽഫ് ആഫ്റ്റർ ട്രോമ ഓഫ് കോളനൈസേഷൻ. കോളനൈസേഷൻ എന്ന് പറയുന്ന ട്രോമ, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷം സൊസൈറ്റീനെ അതിന്റെ ബിലീഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹം. വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് അച്ചബെ ഈസ് അക്യുറേറ്റ്? കുറെ തന്നിട്ടുണ്ട്. ഏതാണ് ഇതിൽ പക്ക? He wrote both Arrow of God and Things Fall Apart and depicted Igbo people. Igbo ട്രൈബിനെ കുറിച്ചാണ് അദ്ദേഹം അതിൽ എഴുതുന്നത്. In 1968, memorandum by Thiong, Anyumba and Leong at the University of Nairobi is best known for objecting to. ഏതായിരിക്കും? ഇവരുടെയൊക്കെ എഴുത്ത് ഏതിലാണ് വരുന്നത്? പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലാണ്. എന്താണ് അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത്? ദ പ്രൈമസി ഗിവൺ ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഇൻ ദ കരിക്കുലം. ഓക്കെ, മെമ്മോറാൻഡം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓൺ ദ അബോളിഷൻ ഓഫ് ദ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്.
argued for centering African literature and orature rather than English literary tradition. ഇംഗ്ലീഷുകാരുടെ ഒന്നും ഞങ്ങൾക്ക് പഠിക്കേണ്ട, ഞങ്ങൾക്ക് ആഫ്രിക്കൻ ട്രഡീഷൻ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്. The Famished Road, a novel narrated by the spirit child Azaro, was written by, നല്ല ചോദ്യം, ഏതാ? ഫാമിഷ്ഡ് റോഡ് എഴുതിയതാരാ? ബെൻ ഒക്രിയാണ്. 1991 അദ്ദേഹത്തിന്റെ ബുക്കർ പ്രൈസ് വിന്നിംഗ് നോവലായിട്ട് ഇത് മാറുന്നുണ്ട്. യോറൂബ ട്രൈബിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. സോഷ്യൽ റിയാലിറ്റീസും പോസ്റ്റ് കൊളോണിയൽ നൈജീരിയയും ഒക്കെ ഇതിന്റെ ബേസിൽ വരുന്നുണ്ട്. ദ ബ്രൈഡ് പ്രൈസ്, എ നോവൽ എക്സാമിനിങ് the constraints placed on a young Igbo woman's choice in marriage was written by, ഏതാ? ബ്രൈഡ് പ്രൈസ് എന്ന് പറയുന്ന യങ് ഇഗ്ബോ വിമന്റെ മാരേജിനെ കുറിച്ച് പറയുന്ന ദ ബ്രൈഡ് പ്രൈസ് എഴുതിയത് ആരാ? ഉച്ചിയം ചിറ്റ. ഇവരുടെയൊക്കെ സ്പെല്ലിങ് ഇങ്ങനെയാണെങ്കിലും ഇവരുടെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല. ഓക്കെ. 1976 അക്കൂന എന്ന് പറയുന്ന ഒരു നേറ്റീവ് ഗേളിന്റെ ട്രഡീഷണൽ ബ്രൈഡ് കസ്റ്റം ചേർന്നിട്ടുള്ള ഇത് വരുന്നതും എങ്ങനെയാണ് ഈ മാരേജിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഇവർ പറയുന്നത്. അതും ഇഗ്ബോ ട്രൈബിനെ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അച്ചുബയുടെ കാര്യം പറഞ്ഞല്ലോ, സെയിം. നുയിഗോ, whose worth is measured almost entirely by her ability to bear children, is a protagonist of. അപ്പോൾ ഒരു സ്ത്രീയുടെ എബിലിറ്റി എന്ന് പറയുന്നത് അവൾക്ക് പ്രസവിക്കാൻ കഴിയുമോ എന്നുള്ളതാണെന്ന് പറയുന്ന ഈ നോവലിന്റെ പേരെന്ത്? ദ ജോയ്സ് ഓഫ് മദർഹുഡ്. 1979 ഇറങ്ങിയതാണ്. ന്യൂ ഈഗോ ആണ് അത് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ക്രിട്ടിക്സ്, ഈ നോവൽ ക്രിട്ടിക് ചെയ്യുന്നത് എന്താണ്? ഐറോണിക് ഗ്യാപ്പ് ബിറ്റ്വീൻ സോഷ്യൽ പ്രൈസ് ഓഫ് മദർഹുഡ് ആൻഡ് ഇറ്റ്സ് ആക്ച്വൽ ബർഡൻ ഫോർ ന്യൂ ഈഗോ. ഓക്കെ. ന്യൂ ഈഗോന്റെ വർത്തിനെ കുറിച്ച് എങ്ങനെയാണ് അവർ മെഷർ ചെയ്യുന്നത്? അവളുടെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന അവളുടെ കുട്ടികളെ ഉണ്ടാക്കാനുള്ള കഴിവിനനുസരിച്ച്. MGT ആണ് ഇത് എഴുതിയിട്ടുള്ളത്. Ikamfuna, a boy given to a Konko's household as compensation for killing and later killed himself, is a central figure in നല്ല ചോദ്യം. ഇത് അച്ചുബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മുനിറ, a school teacher whose journey frames the novel's exploration of post-independence disillusionment, is the narrator protagonist of, ഏതാ? പെറ്റൽസ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്. നൂഗി വാത്തിയോങ് എന്നുള്ള ആളാണ്. 1977 ഇത് ഇറങ്ങുന്നത്. എന്താണ് ഇത് പറയുന്നത്? മുനിറാസ് ടെസ്റ്റിമണി ടു പീസ് ടുഗദർ എ മർഡർ ഇൻവെസ്റ്റിഗേഷൻ എൻടാങ്കിൾഡ് വിത്ത് കെനിയാസ് ബിട്രൈഡ് ഫോൾസ്. അപ്പൊ അവരുടെ നാഷണലിസ്റ്റിക് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണിത്, പെറ്റൽസ് ഓഫ് ബ്ലഡ്. അതിൽ വരുന്ന ആളാണ് ആര്? മുനിറ എന്ന് പറയുന്നത്. സ്കൂൾ ടീച്ചർ. വിച്ച് ഓദർ നാഷണാലിറ്റി പെയറിംഗ് ഈസ് കറക്റ്റ്? നല്ലൊരു ചോദ്യമാണ്. ജെയിം കോച്ചി സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ആളാണ്. അച്ചബെ ആൻഡ് സോയങ്ക നൈജീരിയക്കാരാണ്. തിയോങ് ഒരു കെനിയൻ വംശജനാണ്. ഓക്കെ. അതിൽ കറക്റ്റ് ആയിട്ടുള്ള കോച്ചി സൗത്ത് ആഫ്രിക്ക. അച്ചബെ ഷോർട്ട് സ്റ്റോറി ദ വോട്ടർ സറ്റൈറൈസസ്, ഏതാ? കറപ്ഷൻ ആൻഡ് ബ്രൈബറി ഇൻ ആഫ്രിക്കൻ ഇലക്ട്രൽ പൊളിറ്റിക്സ്. അപ്പൊ എല്ലായിടത്തും ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന് അർത്ഥം. ആദ്യം അദ്ദേഹം 1970, 80, 90 കാലഘട്ടത്തിൽ എഴുതിയതായിരിക്കും. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണെങ്കിലും അഴിമതി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ഇന്ന് കാണാൻ പറ്റും. അമംഗ് ദ ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്സ്, ഹെൻറി ഡൊസേറിയോ, തോറദത്ത്, മൻമോഹൻ ഘോസ് ആൻഡ് സരോജിനി നായിഡു. ദ ഏർലിയസ്റ്റ് ബോൺ വാസ്, അത് നല്ല ചോദ്യം. കാരണം ഈ തരത്തിലുള്ള ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് നെറ്റിനൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പോൾ. ഹെൻറി ഡെറോസിയോ ആണ്. അദ്ദേഹം 1809 ജനിച്ചിട്ടുള്ളത്. തോറദത്ത് 1856. ഘോസ് 69. സരോജിനി നായിഡു 1879. സൽമാൻ റുഷ്ദി's novels Grimus, Midnight Children and Fury, the earliest published was, or is. സൽമാൻ റുഷ്ദിയുടെ ഈ നോവലുകളിൽ ആദ്യം തൊട്ട് അവസാനം വരെ ക്രോണോളജിക്കൽ ഓർഡറിൽ പബ്ലിഷ് ചെയ്തത് ഗ്രീമസ് എന്നുള്ളതാണ് ഏർലി പബ്ലിക്കേഷനിൽ വരുന്നത്. അത് 1975 റുഷ്ദി ഗ്രീമസ് എഴുതി തുടങ്ങുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത്. മിഡ് നൈറ്റ് ചിൽഡ്രൻ 1981 വരുന്നു. ഫ്യൂറി 2001 വരുന്നു.
Which of the following Indian English novels does not use the next light movement as a significant backbone? ഏതാ? ഷാഡോ ലൈൻസ്. ബാക്കിയെല്ലാം അപ്പൊ അതിൽ വരുന്നതാണ്. ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ഓഫ് ഭഗവത്ഗീത ആരായിരുന്നു? ചാൾസ് വിൽക്കിൻസ് ആണ്. ചാൾസ് വിൽക്കിൻസ് 1785 ഇത് ആദ്യമായിട്ട് വാരൻ ഹേസ്റ്റിങ്സിന്റെ പ്രിഫേസോടുകൂടി വരുന്നത്. ഇംഗ്ലീഷ് റെൻഡറിംഗ് ഓഫ് ദ ഗീത ഫ്രം സാൻസ്ക്രിറ്റ്, ഇംഗ്ലീഷിലേക്ക് ഗീതയെ പരിഭാഷപ്പെടുത്തി. നാരായൺസ് ഡ്രോസ് ഓൺ ഭസ്മാസുര മിത്ത് ഇൻ വിച്ച് ഓഫ് ഹിസ് മാൽഗുഡി നോവൽസ്? ഭസ്മാസുര എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പുരാണത്തിലുള്ള ക്യാരക്ടറിന്റെ മിത്ത് ഏത് നോവലിലേക്കാണ് ആർ കെ നാരായണൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മാൻ ഈറ്റർ ഓഫ് മാൽഗുഡി. ദ ഡിമോണിക് വാസു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വാസു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പേര്. ഹു ത്രട്ടൻസ് ടു ഡിസ്ട്രോയ് മാൽഗുഡി. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അവസാനം ഇയാളുടെ കൈ കൊണ്ട് തന്നെയാണ് ഇയാൾ അവസാനം മരിക്കുന്നത്. അതാണ് അതിലത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭസ്മാസുരന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാം. ചൂണ്ടിയാൽ മരിക്കുന്ന പറഞ്ഞ അവസാനം അയാളുടെ നേരെ തന്നെയാണ് അവസാനം ചൂണ്ടുന്നത്. ബാഖ, എ യങ് സ്വീപ്പർ കൺഫ്രണ്ടിങ് ദ ഡെയിലി ഇൻഡിഗ്നിറ്റീസ് ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് മുൽക്രാജ് ആനന്ദ്. മുൽക്രാജ് ആനന്ദിന്റെ ഏത് നോവലിലാണ് ബാഖ എന്ന് പറയുന്ന സ്വീപ്പർ ഉള്ളത്? അൺടച്ചബിൾ 1935 E.M. ഫോസ്റ്റർ ആണ് അതിന് പ്രിഫേസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതെന്താ പറയുന്നത്? എ സിംഗിൾ ഡേ ഇൻ ബാക്കാസ് ലൈഫ്, ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന നോവലാണ്. ചെറിയൊരു നോവലാണ്, നല്ല നോവലാണ്. Muno, an orphaned village boy who drifts through a series of exploitative jobs in the city is a protagonist of Anand's ഏത് വർക്കിലാണ് മുന്നുനെ കാണുക? കൂലി 1936 വരുന്ന വർക്കാണ്. ഷിംലയിൽ വെച്ചിട്ടാണ് ബേസ് ചെയ്തിട്ടുള്ളത്. ടാഗോർ became the first European novel laureate in, ഏറ്റവും സിമ്പിൾ ചോദ്യം, 1913 കിട്ടുന്നത്. പ്രൈമർലി ഫോർ ഹിസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഓഫ് ഗീതാഞ്ജലി. ഗീതാഞ്ജലിയുടെ ഇൻട്രൊഡക്ഷൻ എഴുതിയ ആരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിസൈഡ്സ് ഇന്ത്യസ് നാഷണൽ ആന്തം, ടാഗോർ ഓൾസോ കമ്പോസ്ഡ് മ്യൂസിക് ഫോർ ദ നാഷണൽ ആന്തം ഓഫ് ബംഗ്ലാദേശാണ്. ജനഗണമനയും അമർസോണ ബംഗ്ലയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇൻഫ്ലുവൻഷ്യൽ കൊൽക്കത്ത ബേസ്ഡ് പ്രസ് ദാറ്റ് പബ്ലിഷ്ഡ് ജനറേഷൻസ് ഓഫ് ന്യൂ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്സ് founded by P. Lal was called റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് എന്നുള്ളതാണ് അതിന്റെ പേര്. ഓക്കെ, അത് പുതിയ എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരം കൂടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. Despite its Russian setting, the story collection Original in Russia was written by the English satirist ആരായിരുന്നു? ഹെക്ടർ ഹ്യൂജ് മുൻഡ്രോ, അല്ലെങ്കിൽ സഖി എന്ന് വിളിക്കുന്ന ആളാണ് അങ്ങനെ റഷ്യൻ സെറ്റിങ്ങിൽ വെച്ച് എഴുതുന്നത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സറ്റയറിസ്റ്റ് കൂടിയായിരുന്നു. കോൺസ്റ്റൈൻ സ്റ്റാൻസ്ലാവിസ്കി, whose system transformed modern acting, collaborated closely with which Russian playwright to stage naturalistic drama at the Moscow Art Theatre? ആരായിരുന്നു? ചെക്കോവ്. ആന്റൺ ചെക്കോവിന്റെ ഒപ്പമാണ് സ്റ്റാൻസ്ലാവിസ്കി സിസ്റ്റം ഫോം ചെയ്ത് മോഡേൺ ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. അത് എവിടെ വെച്ചിട്ടാ? റഷ്യൻ ആയിട്ടുള്ള മോസ്കോ ആർട്ട് തിയേറ്ററിൽ വെച്ചിട്ടാണ് റെഡിയാവുന്നത്. ചെക്കോവിന്റെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻസ് ഒക്കെ ഈ മോസ്കോ തിയേറ്ററിൽ വെച്ചിട്ട് സ്റ്റാൻസ്ലാവിസ്കി ആണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു അപ്പൊ ചെക്കോവിന്റെ പ്രധാനപ്പെട്ട ചില വർക്കുകൾ? ഡ്രാമാസ്, ദ സീഗൾ ആൻഡ് ചെറിയോക്ക. സ്റ്റാൻസ്ലാവിസ്കി's memoir describing his development as an actor and director ഏതാണ്? മെമ്മോയർ സ്റ്റാൻസ്ലാവിസ്കിയുടെ? മൈ ലൈഫ് ഇൻ ആർട്ട് 1924 എന്നുള്ളതാണ്. ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട് ഉള്ളതാണ്. ഡിസ്റ്റിങ് ഫ്രം ഹിസ് ടെക്നിക്കൽ ആക്ടിങ് മാനുവൽസ്. അപ്പൊ അദ്ദേഹം എഴുതുന്ന തരത്തിലുള്ള ആക്ടിങ് മാനുവൽസ് അല്ല, പ്രോപ്പർ അദ്ദേഹത്തിന്റെ തന്നെ മെമ്മോയർ ആയിട്ട് വരുന്നതാണ്. ദി നോവൽ ദാറ്റ് ഓപ്പൺസ് വിത്ത് ദ ലൈൻ ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്, എവറി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ ഡേ. ഏറ്റവും നല്ല നോവലായിട്ട് കണക്കാക്കപ്പെടുന്നതാണിത്. അന്ന കാരനീന, ടോൾസ്റ്റോയുടെ അന്ന കാരനീന. ഭയങ്കര രസമുള്ള നോവലാണ്. ഒരു 1960 വിക്ടോറിയൻ സൊസൈറ്റിനെ എടുത്ത് കാണിക്കുന്ന ഒരു നോവലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, which of the following statement about Anna Karenina is not true? It was first published in 1872. അപ്പൊ നോട്ട് ട്രൂ ആണ്. അപ്പൊ 1872 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സീരിയലൈസ് ചെയ്തിട്ട് 1875 തൊട്ട്
പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1878 അത് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇതിലപ്പോ ശരിയായത് ഏതൊക്കെയാ? ടെൽസ് ദ എന്റർടൈൻ സ്റ്റോറീസ് ഓഫ് അന്ന, എന്തായാലും അതിലെ പ്രധാന ക്യാരക്ടറാണ്. കോൺസ്റ്റാന്റിൻ ലെവിൻ എന്ന് പറയുന്നത് അതിലെ ക്യാരക്ടറാണ്. ലെവിൻ പിന്നീട് കല്യാണം കഴിക്കുന്നത് മാറി അന്നയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ലൈൻ അങ്ങനെ കിടക്കുന്നത്. എല്ലാ ഹാപ്പി ഫാമിലീസും ഒരുപോലെയാണ്, എല്ലാ അൺഹാപ്പി ഫാമിലീസും ഓരോ കാരണങ്ങളുണ്ടെന്ന് പറയുന്നത്. It was first published in complete book form in 1878. Okay. It is considered revolutionary in its treatment of women and marriage. Okay. Chekhov's final play, depicting an aristocratic family forced to sell their ancestral estate. ഏതാ ചെക്കോവിന്റെ അവസാനത്തെ പ്ലേ ആയിട്ട് കണക്കാക്കുന്നത് ഏതാ? ചെറിയ ഓർക്കാഡ്. ചെറിയ ഓർക്കാഡ് എന്നുള്ളതാണ് ചെക്കോവിന്റെ അവസാനത്തെ പ്ലേ. 1904 റഷ്യൻ ലാൻഡ്, അതുപോലെ തന്നെ ആ ഒരു ഫാമിലി എസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന പ്ലേ ഇറങ്ങുന്നത്. നിക്കോളായ് ഗൊഗോൾ, ഹിസ് സ്റ്റോറി ഓഫ് എ പുവർ ക്ലർക്ക് whose new overcoat briefly transforms then destroys his life is titled. ഏതാ? ദ ഓവർകോട്ട് എന്നുള്ളതിനാണ് നിക്കോളായ് ഗൊഗോളിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. 1842 അത് എഴുതുന്നത്. അക്കാക്കി എക്കിലേവിച്ച് is often cited as foundational to Russian realist fiction. Okay. Ivan Turgev's novel, whose protagonist Bazarov rejection of tradition and authority popularized the term nihilist is ഏതാ? ടേൺഗേവിന്റെ നഹിലിസം പ്രൊമോട്ട് ചെയ്യുന്ന നോവൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിലെ പ്രോട്ടഗോണിസ്റ്റിന്റെ പേര് ബാസ്റോവ് എന്നുള്ളതാണ്. ഫാദേഴ്സ് ആൻഡ് സൺസ് എന്നുള്ളതാണ് ടേൺഗേവിന്റെ നോവലിന്റെ പേര്. എന്നാൽ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നത് എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോ. സൺസ് ആൻഡ് ലവേഴ്സ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഫാദേഴ്സ് ആൻഡ് സൺസ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന ബാൻ ചെയ്ത ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അത് എഴുതിയത് ആരാണെന്നാണ്. ഓക്കെ, അറിയെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. The opening lines, I'm a sick man, I'm a spiteful man, I'm an unattractive man, I think my liver is diseased, belong to. ഇത് ഏതിൽ നിന്നെടുത്തിട്ടുള്ള ഓപ്പണിംഗ് ലൈനാണ്? ദസ്തയേവ്സ്കിയുടെ നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട്. നല്ലൊരു കുഞ്ഞ് ഒരു ബുക്കാണ്, പക്ഷെ ഭയങ്കര രസമാണ് വായിക്കാൻ. ഇത്രയും ഏലിയനേറ്റഡ് ആയിട്ട് എങ്ങനെ ഒരാൾക്ക് പുസ്തകം എഴുതാൻ പറ്റും, നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട്. ആ റഷ്യയിലെ മഞ്ഞ് മൈൻഡുള്ള ഒരാൾ ഒരു അണ്ടർഗ്രൗണ്ട് കിടന്ന് ബുദ്ധിമുട്ടി ലോകം കാണാതിരിക്കുന്നതൊക്കെ പറയുന്ന ഒരു 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 വല്ലാത്തൊരു നോവലാണ്. നമ്മളെ ഈ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് നമുക്ക് വരും. സെൽഫ് ലാക്ടറിങ് ഓപ്പണിംഗ് എസ്റ്റാബ്ലിഷ് ദൻ അൺനെയിംഡ് നറേറ്റേഴ്സ് ഏലിയനേറ്റഡ് കോൺഷ്യസ്നസ്. ഇത് നോവലേ ചെറുതാ. മിക്കായൽ ബുൾഗക്കോവ്സ് നോവൽ ഇൻ വിച്ച് ദ ഡെവിൾ അക്കമ്പനിഡ് ബൈ എ ലാർജ് ടോക്കിംഗ് കാറ്റ് വിസിറ്റ്സ് സോവിയറ്റ് എറ മോസ്കോ ഈസ്. ബുൾഗോവിന്റെ ഏത് നോവലിലാണ് ഒരു ഡെവിൾ ഒരു പൂച്ചയുമായി വരുന്നത്? മാസ്റ്റർ ആൻഡ് മാർഗരിറ്റ. ഇതും എഴുതുന്നത് കാരണം, എഴുതിയതിന്റെ റീസൺ കാരണം പോസ്റ്റമസ്ലി സെൻസർ ചെയ്തതിന് ശേഷമാണിത്. അദ്ദേഹത്തിന്റെ പോസ്റ്റമസ്ലി ആണ് ഇതൊക്കെ പുറത്തിറക്കുന്നത്. ഗീറ്റ്സ് ഈറ്റ്, W.B. Yeatsന്റെ ലിഡ ആൻഡ് ദ സ്വാൻ. Zeus assumes the form of a swan to overpower Leda. The poem uses this myth chiefly to meditate on. ഏതിനെ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈറ്റ്സ് ലിഡ ആൻഡ് സ്വാൻ എഴുതുന്നത്? A violent, world-altering intrusion of divine or historical power into human's life. In memory of Major Robert Gregory, Yeats describes an early Irish writer who found inspiration in a most desolate, stony place among a people, passionate and simple. A reference to what? അപ്പൊ ഈറ്റ്സും ഒരാളും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ആളാണ് ആര്? ജെയിംസ് ഹിഞ്ച്. എന്താ ആരൻ ഐലൻഡ്. ആരൻ ഐലൻഡ് വെച്ച് നമുക്കറിയാം റൈഡേഴ്സ് ടു ദ സീ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്ലേ അവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യുന്ന ഒരു വേറൊരു പ്ലേ ആണ് ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറയുന്നത്. The 1939 is often noted as a pivotal for two poets, Yeats, who died that year, and which English poet left for United States? ആരാ? W.H. Auden. T.S. Eliot ഒന്നും ആണെന്ന് വിചാരിക്കരുത്. പുള്ളി പോകുന്നൊക്കെ ഉണ്ട്, പക്ഷെ US നിന്ന് തിരിച്ചാണ് പോകുന്നത്. ഓക്കെ, W.H. Auden ആണ്
അമേരിക്കയിലേക്ക് എമിഗ്രേറ്റ് ചെയ്ത് 1939 പോണത്. ഈറ്റ്സും 1939 മരിക്കുന്നത്. സ്വിഫ്റ്റ്സ് Rapier's letters campaigned against a patent granted to mint copper halfpence for Ireland, awarded to the English ironmonger. ഏതാണ്? വില്യം വുഡ് 1872 പാറ്റന്റ് ചെയ്തെടുക്കുന്ന സ്യൂഡോണിംസ് എന്നൊക്കെ പറയുന്ന പേരിലേക്ക് വരുന്നതാണ്. Gulliver's Travels. Gulliver models the plain, factual style of his narrative on the travel writing. The real English explorer. ആരുടെ തരത്തിൽ ഒരു റിയൽ എക്സ്പ്ലോറർ, ഒരു യാത്രികനുണ്ടായിരുന്നു. അയാളുടെ മോഡൽ വെച്ചിട്ടാണ് ഗള്ളിവേഴ്സ് ട്രാവൽ എഴുതുന്നത്. ആ ഒറിജിനൽ യാത്രക്കാരൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. വില്യം ഡാംപയർ ആണ് ആ ഒറിജിനൽ യാത്രക്കാരൻ. അയാളുടെ യാത്രകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഗള്ളിവേഴ്സ് ട്രാവൽ എഴുതുന്നത്. ഓക്കെ, സ്വിഫ്റ്റ് ആണ് അത് എഴുതുന്നത്. ഓക്കെ, സ്വിഫ്റ്റ് ആണ് ഗള്ളിവേഴ്സ് ട്രാവൽസ് എഴുതുന്നത്. സിൻസ് പ്ലേ whose 1907 premiere at the Abbey Theatre ഇമ്പോർട്ടന്റ് ആണ്, provoked riots over its portrayal of Irish peasantry. ഏതാണ്? ഐറിഷ് പെസൻട്രിയെ കുറിച്ച് പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അബേ തിയേറ്ററിൽ വെച്ച് പ്രീമിയർ ചെയ്ത ജെയിംസിന്റെ പ്ലേ ചെയ്ത് പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. എന്താ കാരണം? ഓഡിയൻസ് ഒബ്ജക്റ്റഡ് ടു ദ പ്ലേസ് ഫ്രാങ്ക് ഡെപിക്ഷൻ ഓഫ് റൂറൽ ഐറിഷ് ലൈഫ് ആൻഡ് മൊറാലിറ്റി. ഡിസ്റ്റർബൻസ് റെക്കോർഡ് വെൻ അബേ തിയേറ്റർ ടൂർഡ് ഇൻ അമേരിക്ക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലത്തും ആൾക്കാർ സത്യം പറഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളതാണ് പറയുന്നത്, എത്ര വലിയ റൈറ്റർ ആയാലും സത്യം പറയാൻ പാടില്ല. സീനോ കേസീസ് ഡബ്ലിൻ ട്രിലോജി. സീനോ കേസി അപ്പോൾ ഒരു ഡബ്ലിൻ ട്രിലോജി എഴുതിയിട്ടുണ്ട്. കംപ്രൈസസ് ദ ഷാഡോ ഓഫ് ഗൺമൻ, ദ പ്ലോ ആൻഡ് ദ സ്റ്റാർസ്. അതുപോലെ തന്നെ അടുത്തത് ഏതാ? മൂന്നാമത്തെ ബുക്കിന്റെ പേരാ ജൂണോ ആൻഡ് ദ പേക്കോക്ക്. പീകോക്ക് അല്ല, പേക്കോക്ക്. അത് 1924 വരുന്നത്. അതിൽ വരുന്ന ഫീച്ചറിങ് ചെയ്യുന്ന ക്യാപ്റ്റൻ പ്രൊട്ടോണിസ്റ്റിന്റെ പേര് ജാക്ക് ബോയൽ എന്നുള്ളതാണ്. സീനോ കേസിയുടെ ഡബ്ലിൻ ട്രിലോജിയെ കുറിച്ചാണ് പറഞ്ഞത്. ഷാഡോ ഓഫ് ഗൺമൻ, ദ പ്ലോ ആൻഡ് ദ സ്റ്റാർസ്, ജൂണോ ആൻഡ് ദ പേക്കോക്ക്. ബക്കറ്റ്സ് പ്രോസ് ട്രിലോജി, tracing an increasing dissolution of character and narrative coherence, comprises Molly Malondice and Unnameable. Okay. Written originally in French and published in 1950s. മിനിമലിസ്റ്റ് സെൽഫ് അണ്ടർമൈനിങ് വർക്കായിരുന്നു, ട്രിലോജി ആയിരുന്നു, പ്രോസ് ട്രിലോജി ആയിരുന്നു. ഓസ്കാർ വൈൽഡ്സ് ഓൺലി നോവൽ, അത് പ്രധാനപ്പെട്ടതാ. വൈൽഡിന്റെ ഓൺലി നോവൽ ഏതാ? ഇൻ വിച്ച് എ പോർട്രേറ്റ് അബ്സോർബ്സ് ദ ഫിസിക്കൽ സയൻസ് ഓഫ് ഇറ്റ്സ് സബ്ജക്ട്സ് മോറൽ കറപ്ഷൻ ആൻഡ് ഏജ്. ഫിസിക്കൽ സയൻസ് ഓഫ് സബ്ജക്ട്സ് മോറൽ കറപ്ഷൻ ഏതാ? ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ, 1890 എഴുതപ്പെട്ടത്. അത് 91 റിവൈസ് എഴുതുന്നുണ്ട്. അബേ തിയേറ്റർ ഓപ്പൺഡ് ഇൻ ഡബ്ലിൻ 1904 with plays W. Yeats and Lady Gregory alongside a third figure. ഒന്നുമില്ല, അബേ തിയേറ്റർ തുടങ്ങുമ്പോൾ ഈറ്റ്സിന്റെയും ലേഡി ഗ്രിഗറിയുടെയും ഒപ്പം ഉണ്ടായിരുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഫോർ ഡയറക്ടറും അതിന്റെ ഫിഗറുമായിട്ട് ജെയിംസ് സിഞ്ച് ആണ്. ഇപ്പൊ സിഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അബേ തിയേറ്റർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. തിയേറ്റേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എനിവേ, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇനി ചോദ്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ മുന്നിലേക്ക് പോയത്. എനിക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാം. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിക്കോ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കൊരു 30 ദിവസം ഇനി മുമ്പിലുണ്ട്. നന്നായി പഠിക്കുക, പേപ്പർ 1 വിടരുത്. നിങ്ങൾക്ക് ഇനിയും ലിറ്ററേച്ചറിന്റെ, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ ലിറ്ററേച്ചറിന്റെയും പേപ്പർ 1ന്റെയും വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ പ്ലേലിസ്റ്റ് എടുക്കുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണും, അല്ലെങ്കിൽ ഈ വീഡിയോ തീരുന്നതോടുകൂടി തന്നെ അതിൻ്റെ സൈഡിൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വീഡിയോസ് കാണാം. എനിവേ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.